യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തം. പോലീസിന് നേരെ കല്ലെറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, പോലീസിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ തലസ്ഥാനമാകെ കലാപകലുഷിതമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടത് അതാണ്. പോലീസിന് നേരെ പ്രകോപനവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. കല്ലേറുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? സിജു, തീർച്ചയായും പ്രത്യേകിച്ച് ഈ ഒരു സമരം തുടക്കം തൊട്ട് ഈ സമരം കാണുമ്പോൾ തന്നെ വ്യക്തമായത് ഇത് ഒരു അക്രമത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സമരക്കാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ എത്തിയത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വന്ന ഉടനെ തന്നെ ചുരുക്കം ചില പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അവർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴെല്ലാം സമചിത്തതയോടെ പോലീസ് അതിനോട് ഇടപെടുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ബാരിക്കേഡ് മറിച്ചിടാൻ കഴിയില്ല എന്ന് കണ്ടതോടുകൂടി നേരെ പോലീസിന് നേർക്ക് തട്ടിക്കയറുകയും പോലീസുകാരെ തള്ളുകയും ഉന്തുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിന് പിന്നാലെ പോലീസിന് നേർക്ക് വലിയ കരിങ്കല്ലുകൾ എടുത്തെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസുകാർക്ക് ഈ കല്ല് വാഹനത്തിനാണ്, ഈ വരുൺ എന്ന് പറയുന്ന ജലപീരങ്കിയായി ഉപയോഗിക്കുന്ന വാഹനത്തിനാണ് ഈ കല്ല് ചെന്ന് പതിച്ചത് എന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് സാഹചര്യം. ഏതായാലും വലിയ തരത്തിൽ ഈ പോലീസുകാരെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സമരം നടത്തിയത് എന്ന് തന്നെയാണ് ഈ സമരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഈ സമര ഗേറ്റിലാണ് ഈ സമരം സംഘടിപ്പിച്ചിരുന്നത് എങ്കിൽ പോലും ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഈ പ്രവർത്തകർ ഓടുകയും സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള ഒരു ശ്രമവുമാണ് നടന്നത്. ട്രഷറി ഗേറ്റ് വരെയും ഈ പ്രവർത്തകർ ഓടിപ്പോവുകയും അതുവഴി കടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം പ്രവർത്തകരെ പോലീസ് തടയുകയും 6ഓളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇതിൽ നേരത്തെ ഈ പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞ കേസിലെ പ്രതികൾ ഉൾപ്പെടെ ഇന്നത്തെ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഈ നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രവർത്തകർ ഈ നേരത്തെയുള്ള സമാനമായ അക്രമ സമരങ്ങളിലും പങ്കെടുത്തവരുണ്ടെങ്കിൽ അതിലെ പ്രതികളുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നൊക്കെയോ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ കലുഷിതമാക്കാൻ ഉള്ള ഒരു ശ്രമമാണ്, അതായത് തെരുവുകളെ ആകെ കലുഷിതമാക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നിട്ടുള്ളത്. കരുതിക്കൂട്ടി അക്രമമുണ്ടാക്കുക എന്ന നിലയിലേക്കുള്ള ഒരു ചിന്തയുടെ ഭാഗമായി തന്നെയാണ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചുകൂടിയത്. ആ നിലയിൽ വലിയ ഒരു അക്രമ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നേതൃത്വം നൽകുകയും ചെയ്തത്. സിജു. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ അക്രമ സമരമാണ് ഇന്ന് തലസ്ഥാന നഗരി കണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അക്രമ സമരത്തിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു.